എല്ലാ പ്രാർത്ഥനകൾക്കും നമ്മൾ പ്രാർത്ഥിച്ചതല്ല ഉത്തരം. എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം ഉണ്ടെങ്കിൽ ദൈവം ആദ്യം ഉത്തരം കൊടുക്കേണ്ടിയിരുന്നത് ഗത്സമനിയിലെ ഈശോയുടെ പ്രാർത്ഥനയ്ക്കാണ്. ചരിത്രത്തിൽ ആരും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകത്തില്ല. രക്തം വിയർപ്പ് തുള്ളിയായി ഇറ്റിച്ച് അവൻ പ്രാർത്ഥിച്ചു, അപ്പാ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുത്ത് മാറ്റിത്തരണേ. ഉത്തരവില്ല. അപ്പൊ നമ്മൾ ചോദിക്കും, പിന്നെന്തിനാ ഈ പ്രാർത്ഥന? പക്ഷെ വേറൊരു ഉത്തരവുണ്ട്. നമ്മൾ വായിക്കുന്നത് ദൈവം ഒരു മാലാഖയെ അയച്ചു എന്നാണ്. ആൻഡ് ദാറ്റ് ഏഞ്ചൽ ഈസ് ഗോയിങ് ടു ഹെൽപ്പ് ഹിം, സപ്പോർട്ട് ഹിം. എന്തിനാ? ഈ പാനപാത്രം കുടിക്കാൻ. അപ്പൊ എന്തിനാ പ്രാർത്ഥിക്കുന്നറിയാമോ? ഉത്തരം കിട്ടാൻ വേണ്ടി മാത്രമല്ല, ഈ സഹനത്തിന്റെ ഫേസിനെ ഓവർകം ചെയ്യാൻ വിൽ ബി ഗെറ്റിംഗ് എ ഡിവൈൻ ഹെൽപ്പ്. ചിലപ്പോൾ നിന്റെ ജീവിതത്തിൽ നീ പ്രാർത്ഥിച്ച പോലെ വിചാരിച്ച പോലെ ഒന്നും ആയിരിക്കത്തില്ല കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ഈ ഒരു സമയം ദൈവം നിന്നെ എന്തൊക്കെയോ പഠിപ്പിക്കുക. നീ ഓർക്കുക, ഏതൊരു കാര്യത്തിന് പുറകിലും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് നിന്റെ ജീവിതം കർത്താവിന് പരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക. അവിടുന്ന്